500 LPM ഡബിൾ ബക്കറ്റ് മിൽക്കിംഗ് മെഷീൻ ആണ്. നിങ്ങൾക്ക് 2 HP മോട്ടർ കൊടുത്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1.5 ലിറ്റർ പെട്രോൾ ഒഴിക്കുക നിങ്ങൾക്ക് ഒരു 7 നിന്ന് 7 10 പശു വരെ ഒരു ദിവസത്തിന് കറക്കാൻ പറ്റും. നിങ്ങൾക്ക് ടാങ്ക് ഒന്ന് നമ്മൾ പൗഡർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 feet ടാങ്ക്. എന്തിനാണ് ഇത്ര വലിയ ടാങ്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പശുക്ക് നല്ല ഈ വേക്കം അങ്ങനെയും പോകാതെ നല്ല രീതിയിൽ ഫാമായിട്ട് പോകാനാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങള് ഫാമില് ഒരു പണിക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഇത് ഈസി ടു ഹാൻഡിൽ ആണ് ഈ മെഷീൻ. അപ്പൊ അവരെങ്ങനെ പാല് കറക്കുന്നത് നോക്കി ഈ മെഷീൻ കൊണ്ട് എങ്ങനെ പാല് കറക്കുന്നത് നോക്കിയിട്ട് നമ്മൾ നോക്കാം. ഇത് 500 LPM ഡബിൾ ബക്കറ്റ് മിൽക്കിംഗ് മെഷീൻ ആണ്. അറ്റ് എ ടൈമിൽ 2 പശു വരെ ഒരാൾ കൂടെ നമുക്ക് കറക്കാൻ പറ്റും. ഇത് 25 ലിറ്റർ SS 304 ഫുഡ് ഗ്രേഡ് ആണ് ഈ മെഷീന് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു സമയത്ത് ഒരേ ആൾക്കാർ 2 പശുവിന് പാൽ കറക്കാൻ പറ്റുന്ന മെഷീനാണ് ഇത്. ഇപ്പൊ ഒരു ഫാമിൽ 15 പശു ഉണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിൽ കറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ ആകും. ആ സമയത്ത് പാല് കൊണ്ടുപോയി കൊടുക്കുന്ന സൊസൈറ്റി സമയം തന്നെ കഴിഞ്ഞു പോകും. പക്ഷെ മിൽക്കിംഗ് മെഷീൻ യൂസ് ചെയ്ത് കറക്കുമ്പോൾ അറ്റ സമയത്ത് 2 ബക്കറ്റ് ഇട്ട് നിങ്ങൾക്ക് കറക്കുമ്പോൾ ഒരു 2 മണിക്കൂർ ആകുന്ന പണി 1 മണിക്കൂറിൽ നിങ്ങൾക്ക് വേഗം കഴിയും. അതുകൊണ്ടാണ് ഈ മിൽക്കിംഗ് മെഷീന് നമ്മൾ 2 ബക്കറ്റ് കൊടുത്ത് വലിയ ഫാമിന് കൊടുക്കുന്നത്. ഈ പശുവിന് പാല് കറക്കുമ്പോൾ ലാസ്റ്റ് പാല് കറന്നു കഴിഞ്ഞ് ഈ ഓസിൽ പാലിന്റെ വണ്ണം കുറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി അഴുത്തി കൊടുക്കണം. എന്നാൽ അഴുത്തി കൊടുത്താൽ നിങ്ങൾക്ക് ഇല്ല പാല് നിങ്ങൾക്ക് വരും. ഇത് അക്ഷയ ഡയറി മെഷീനിലൂടെ മിൽക്ക് സ്റ്റോറേജ് ക്യാൻ ആണ്. ഇത് 40 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഇത് SS 304 ഫുഡ് ഗ്രേഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പാല് കറന്നിട്ട് സ്റ്റോറേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ മെറ്റീരിയൽ കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 8 കിലോ വെയിറ്റ് വരും ഈ സാധനം മാത്രം. ഇപ്പൊ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആന്റി കിക്ക് ബാർ. ഇത് എന്തിനാ പറഞ്ഞാൽ പശുക്കൾ പാല് കറക്കുമ്പോൾ നമ്മൾ ചവിട്ടാതിരിക്കാനോ ഒരു ചില പശുക്കളൊന്നും നിൽക്കില്ല. പാല് കറക്കും മെഷീൻ ഇട്ടാലും കൈ കൊണ്ട് കറത്താലും എന്തിനും നിൽക്കില്ല. അതിനാണ് അപ്പൊ ആ സമയത്ത് ഈ ഇതിട്ടാ പശു അങ്ങനെ ഇതിന്റെ പശുവിന്റെ മേലിട്ട് പശു അങ്ങനെ നിൽക്കും. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് പശുവിന്റെ ഇതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പാല് കറക്കുമ്പോൾ ഒരു ചില പശു നിൽക്കുകയില്ല. ആ സമയത്ത് ഈ സാധനം നമ്മൾ ഇടുമ്പോൾ പശു അങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് പാല് വന്ന് എളുപ്പം കറക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് മോഡലാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് പശുക്ക് ഇങ്ങനെ കുടുക്കി കൊടുക്കണം. ഇപ്പൊ നിൽക്കാതെ പശുവിനെ ഇതിങ്ങനെ ഇടുമ്പോ നമുക്ക് വേറെ എന്തൊരു പ്രശ്നമുള്ളൂ, നമുക്ക് പാല് വന്ന് എളുപ്പം കറക്കാൻ പറ്റും. ഈ ആന്റി കിക്ക് ബാർ പറയുന്നത് പാല് കറക്കുന്ന സമയത്ത് മാത്രമല്ല, പശുവിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും ഇത് ഇടുമ്പോൾ പശു അങ്ങനെ അനങ്ങാതെ നിൽക്കും. വീൽബാരോയിൽ ഇങ്ങനത്തെ 2 മോഡൽ ഉണ്ട്. ഇത് പറഞ്ഞിട്ട് പശുക്കൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ്. ഇത് പിന്നെ നോർമൽ മറ്റേ പർപ്പസ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഐറ്റമും ഫാമുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ തുറുപ്പ് കയറും, പിന്നെ യൂറിനൊക്കെ പെടുമ്പോൾ ഇത് വേഗം വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഈ മോഡൽ നമ്മൾ കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കിൽ ഫൈബറിൽ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് പശുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ. ഇപ്പോൾ ഒരു വലിയ ഫാമുള്ള ഒരു 10 പശുവുള്ള ഫാമിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യമാണ്. എന്താ പറഞ്ഞാൽ പശുക്കളെ ചാണങ്ങളൊക്കെ ഇതിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ഒരേ സ്ഥലത്ത് ഇടാനാണ് ഈ സാധനം നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ പേര് വീൽ ബാരോ. ഇത് സിംഗിൾ ടയർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെന്നാൽ ഫൈബറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഫൈബർ മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താ ഇരുമ്പിൽ കൊടുക്കാത്തത് പറഞ്ഞാൽ ഒരു ദിവസങ്ങൾ എടുക്കുമ്പോൾ ഇത് തുറുപ്പ് കയറും, അത് വേസ്റ്റായി പോകുന്നതിൻ്റെ കാരണത്തോണ്ട് നമ്മൾ ഫൈബറിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കഴുകി വെച്ചാൽ മതി. ഇരുമ്പാണെങ്കിൽ നിങ്ങൾക്ക് കഴുകാൻ പറ്റില്ല. ഈ സാധനങ്ങളാണെങ്കിൽ ദിവസം കഴുകി വെച്ചാൽ നിങ്ങൾക്ക് ഈ സാധനം വേസ്റ്റ് ആകാതെ കുറേ കാലം വരെ വരും. ഇത് എന്താണെന്ന് പറഞ്ഞാൽ അക്ഷയ ഡയറിയുടെ സെറ്റ് ക്ലീനിങ് മെഷീനാണ്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഫാമിനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു 5000 ലിറ്റർ വാട്ടർ നിങ്ങൾക്ക് ചിലവാകുമെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാതിയായിട്ട് കുറയും. ഇത് 25 മീറ്റർ നിങ്ങൾക്ക് നീളം ഓസ് കൊടുത്തിട്ടുണ്ട്. ഈ മോഡലിൽ തന്നെ ഡബിൾ ഗൺ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 HP മോട്ടറാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രഷർ വന്ന് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഉണ്ടാകും. ഇനി തറയിൽ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈ പ്രഷറിലും പശുവിനെ ക്ലീൻ ചെയ്യുമ്പോൾ സ്ലോ വെച്ചിട്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഈ ഡയമണ്ട് കട്ട് മാറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടുക്കിലൊക്കെ ചാണകം കുടിഞ്ഞാൽ ഈ പ്രഷർ കൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പണി ചെയ്യുന്ന പണിക്കാർക്കും ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുണ്ടാകും. ഈ മാറ്റ് പറഞ്ഞാൽ 6x4 17 mm തിക്നെസ് ആണ് ഈ മാറ്റ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് 6x4 17 mm തിക്നെസ് ഉണ്ട്, 7x4 ഉണ്ട്, 4 സൈഡ് ഇന്റർലോക്ക് ഉണ്ട്, അല്ല 8" ഫോം മാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഫാമിന് അനുസരിച്ച് ഈ മാറ്റിന്റെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കും. നിങ്ങൾക്ക് ഫാമിന്റെ എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മാതിരി നമ്മൾ മാറ്റിന് അനുസരിച്ച് കൊടുക്കാം.